സ്വദേശി GCRD ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വദേശി ടിപ്സ് എന്ന വീഡിയോ പരമ്പരയുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പാനീയമാണ് നാരങ്ങാവെള്ളം. ഇപ്പോൾ പല രീതിയിലുള്ള ശീതള പാനീയങ്ങൾ അതുപോലെ തന്നെ ദാഹശമനികളൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് പ്രചരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പഴങ്ങളുടേതായാലും സിന്തറ്റിക് ആയാലും അതിനേക്കാൾ എല്ലാം കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുന്ന നാരങ്ങാവെള്ളമാണ്. ഞാൻ ആദ്യമായിട്ട് നാരങ്ങാവെള്ളം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതിന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് ഉദ്ദേശിക്കുന്ന വീഡിയോ, നാരങ്ങയിൽ നിന്ന് നാരങ്ങാനീര് എങ്ങനെയാണ് ഏറ്റവും നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നാരങ്ങാനീര് പിഴിയുന്നതിന് വേണ്ടി നമ്മൾ നാരങ്ങ പീച്ചി ഉപയോഗിക്കുന്നുണ്ട്, കൈകൾ കൊണ്ട് വെറുതെ നാരങ്ങാനീര് പിഴിയാറുണ്ട്. ഇങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നാരങ്ങയുടെ പുറത്തെ തൊലിയിലുള്ള ചവർപ്പുണ്ടാക്കുന്ന തൊലിയുടെ നീര് അതുകൂടി നമ്മൾ പിഴിയുന്ന നാരങ്ങാനീരിലേക്ക് നമ്മൾ അറിയാതെ തന്നെ ചേരുന്നുണ്ട്. അതുപോലെ തന്നെ നാരങ്ങാനീര് നമ്മൾ പിഴിയുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ടും പിഴിഞ്ഞെടുക്കുന്നതിന് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന പല രീതികളിലും സാധിച്ചു എന്നും വരില്ല. പൂർണ്ണമായിട്ട് നാരങ്ങാനീര് പിഴിയണമെന്നുണ്ടെങ്കിൽ അതിന് വ്യത്യസ്തമായ ഒരു രീതി നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഒന്ന്, നാരങ്ങാനീര് അല്പം പോലും നഷ്ടപ്പെടുത്താതെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ സാധിക്കുന്നു. രണ്ടാമത്, നാരങ്ങയുടെ തൊലിയിലുള്ള ചുന അത് നാരങ്ങാനീരിലേക്ക് വന്ന് നേരിയ ചവർപ്പുണ്ടാകുന്ന അവസ്ഥ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കുന്ന നാരങ്ങാവെള്ളത്തെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. നാരങ്ങയിൽ നിന്ന് എങ്ങനെ രുചികരമായ നാരങ്ങാവെള്ളം ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ഞാൻ അടുത്ത എപ്പിസോഡിൽ ചേർക്കുന്നുണ്ട്. ഈ എപ്പിസോഡിൽ നാരങ്ങയിൽ നിന്ന് നാരങ്ങാനീര് എങ്ങനെയാണ് ഏറ്റവും നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ട് നാരങ്ങ പീച്ച് ഉപയോഗിച്ച് പിഴിയുന്ന സമയത്ത് എല്ലായ്പ്പോഴും നാരങ്ങയുടെ തൊലിയിലുള്ള ചുന നാരങ്ങാനീരിലേക്ക് വരുന്നതിനുള്ള സാഹചര്യമുണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന നാരങ്ങ വെള്ളത്തിന് ഒരു നേരിയ ചവർപ്പുണ്ടാകും. അതിന് ശാസ്ത്രീയമായിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ നാരങ്ങയിൽ നിന്ന് നാരങ്ങാനീര് പിഴിഞ്ഞെടുക്കുന്ന കാര്യം മാത്രമേ ഞാൻ പരാമർശിക്കുന്നുള്ളൂ. ഞാൻ സൂചിപ്പിച്ചു, ഒന്നാമത്തെ രീതി നാരങ്ങ പീച്ച് ഉപയോഗിച്ച് നാരങ്ങാനീര് പിഴിഞ്ഞെടുക്കുന്ന രീതിയാണ്. രണ്ടാമത്തെ രീതി നമ്മൾ കൈകൾ കൊണ്ട് നാരങ്ങ പീച്ചി നാരങ്ങാനീര് പിഴിഞ്ഞെടുക്കുന്ന രീതിയാണ്. ആ കൈകൾ കൊണ്ട് നമ്മൾ നാരങ്ങാനീര് പിഴിയുന്ന സമയത്ത് എല്ലായ്പ്പോഴും സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നാലോ നാരങ്ങയോ പിഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ നമ്മുടെ കൈവിരലിൽ കൊണ്ട് പിഴിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായും. കൈവിരലിൽ വേദനയായിരിക്കും, കൈവിരലിൽ കഴപ്പായിരിക്കും. നമ്മൾ കൂടുതൽ ആൾക്കാർക്ക് നാരങ്ങാവെള്ളം ഉണ്ടാക്കി കൊടുക്കുന്ന സമയങ്ങളിൽ ആ രീതിയിൽ നാരങ്ങാവെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കില്ല. എന്നാൽ കൈകൾ കൊണ്ട് പിഴിയുന്ന രീതി തന്നെയാണ് നാരങ്ങയിലെ തൊലിയിലുള്ള ചൊന പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗവും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് നാരങ്ങയിൽ നിന്ന് നീര് പിഴിഞ്ഞെടുക്കുന്നത് എന്ന് നിങ്ങളെ ഒന്ന് പഠിപ്പിക്കുന്നതിന്, നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നതിനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്.
അങ്ങനെ നിങ്ങൾ നാരങ്ങ നീര് പിഴിയുന്നതിന് വേണ്ടി നാരങ്ങ എടുത്ത് നാരങ്ങ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യുക. നാരങ്ങ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒരു പാത്രത്തിലേക്ക് കപ്പിലേക്ക് നമ്മൾ നാരങ്ങാ നീര് പിഴിഞ്ഞൊഴിക്കുക. നാരങ്ങാ നീര് പിഴിഞ്ഞൊഴിക്കുന്നത് ഞാൻ പറഞ്ഞ ആദ്യത്തെ രീതിയിലാണ്. ഇങ്ങനെ നമ്മൾ കറക്കി പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിയിൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ കൈകൾ പെട്ടെന്ന് കഴക്കുകയും 4-5 നാരങ്ങയ്ക്കപ്പുറത്തേക്ക് നമുക്ക് പിഴിയാൻ സാധിക്കാതെയും വരും. എന്നാൽ നാരങ്ങാ നീര് ശരിയായിട്ട് പിഴിയുന്ന രീതി അങ്ങനെയല്ല. ശരിയായിട്ട് പിഴിയുന്ന രീതി ഇങ്ങനെ നമ്മൾ നാരങ്ങ പിടിക്കുന്നു. എന്നിട്ട് നമ്മൾ 2 പെരുവിരലും നാരങ്ങയുടെ പുറകിലായിട്ട് കൈവെക്കുന്നു. പെരുവിരൽ രണ്ടും, ബാക്കിയുള്ള വിരൽ നാരങ്ങയുടെ സൈഡിൽ വയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ പെരുവിരൽ പ്രസ് ചെയ്യുകയാണ് വേണ്ടത്. പെരുവിരൽ ഇപ്പം നിങ്ങൾക്ക് കാണാം നാരങ്ങ നീര് തുള്ളിയായിട്ട് ഈ ഗ്ലാസ്സിനുള്ളിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നാരങ്ങ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ മലന്ന് വരുന്ന രീതിയിലേക്ക് ആണ് നാരങ്ങ നീര് പിഴിയുന്നത്. കണ്ടോ? ഇപ്പം നാരങ്ങ പൂർണ്ണമായിട്ടും അല്ലികളുള്ള ഭാഗം വിടുന്നു വന്നിരിക്കുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ കൈവിരൽ കൊണ്ട് ഇങ്ങനെ അത് കറക്കിയാൽ മതി. ഇപ്പം ഇങ്ങനെ നമ്മളൊന്ന് കറക്കുന്ന സമയത്ത് ഈ നാരങ്ങയുടെ അല്ലിയിലുള്ള മുഴുവൻ നീരും പൂർണ്ണമായിട്ടും നമ്മുടെ പാത്രത്തിലേക്ക് വന്നുകൊള്ളും. അല്പം പോലും നീര് നാരങ്ങയിൽ അവശേഷിക്കുന്നത് കണ്ടോ? ഞാൻ അതിൻ്റെ അടുത്ത പാളി അതുപോലെ തന്നെ പിഴിയുന്നു. ആദ്യം ഒന്നുകൂടെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. ആദ്യം നാരങ്ങയുടെ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗം കമത്തി പിടിക്കുക. അങ്ങനെ കമത്തി പിടിച്ചതിന് ശേഷം പെരുവിരല് നാരങ്ങയുടെ ചൂട്ടിലേക്ക് പിടിക്കുക. എന്നിട്ട് പെരുവിരൽ അമർത്തുക. പെരുവിരൽ അമർത്തുമ്പോൾ നാരങ്ങ നീര് തുള്ളിയായിട്ട് നമ്മുടെ ഗ്ലാസ്സിലേക്ക് വീഴും, പാത്രത്തിലേക്ക് വീഴും. അത് നന്നായിട്ട് വിടുന്നു വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഒരു വിരലകത്തേക്ക് വെച്ചിട്ട് നാരങ്ങ ഇങ്ങനെ കറക്കി നമ്മൾ നാരങ്ങയിലുള്ള നീര് മുഴുവൻ നമുക്ക് വടിച്ചെടുക്കുന്ന പോലെ വടിച്ചെടുക്കാം. അപ്പം ഈ രീതിയാണ് നാരങ്ങ പിഴിയുന്നതിന് സ്വീകരിക്കേണ്ട. കൂടുതലായിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന സമയത്ത് നാരങ്ങ പിഴിയുന്നതിന് വേണ്ടി സ്വീകരിക്കേണ്ട ഏറ്റവും നല്ല രീതി, ഏറ്റവും പ്രധാനപ്പെട്ട രീതി. ഇങ്ങനെ നമ്മൾ പിഴിയുന്ന സമയത്ത് നമ്മളറിയാതെ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നാരങ്ങയുടെ തൊലിയിലെ ചൊന യാതൊരു കാരണവശാലും നാരങ്ങ നീരിലേക്ക് വരില്ല. കാരണം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നാരങ്ങയിലെ ചൊന ഒരു കാരണവശാലും നമ്മുടെ ഗ്ലാസ്സിലേക്ക് വീഴുന്ന നാരങ്ങ നീരുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നില്ല. നമ്മൾ അല്ലിയുള്ള ഭാഗം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഈ രീതിയിൽ നമ്മൾ നാരങ്ങ പിഴിയുന്ന സമയത്ത് 100 കണക്കിന് നാരങ്ങ നമുക്ക് നമ്മുടെ കൈകൾക്ക് യാതൊരു വേദനയുമില്ലാതെ, കഴപ്പുമില്ലാതെ, മടുപ്പുമില്ലാതെ പിഴിഞ്ഞെടുക്കാൻ സാധിക്കും. ഇതാണ് നാരങ്ങ പിഴിയുന്നതിനുള്ള ഏറ്റവും നല്ല രീതി. രുചികരമായ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ സ്വീകരിക്കേണ്ട രീതിയും ഇത് തന്നെയാണ്. നാരങ്ങാനീര് രുചികരമായിട്ട്, നാരങ്ങാ വെള്ളം രുചികരമായിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നാരങ്ങാനീര് പിഴിയുന്നതിന് വേണ്ടി ശ്രദ്ധിച്ചത്, എത്ര രുചികരമായിട്ട് നാരങ്ങാ വെള്ളം ഉണ്ടാക്കുന്നതിനുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ പോലും അടിസ്ഥാനപരമായിട്ടുള്ള നാരങ്ങാ വെള്ളം പിഴിയുന്ന രീതി നിങ്ങൾക്കറിയാൻ പാടില്ല എങ്കിൽ ആത്യന്തികമായിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന നാരങ്ങാ വെള്ളത്തിന് രുചി ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ആദ്യമായിട്ട് ഞാൻ നാരങ്ങയിൽ നിന്ന് നാരങ്ങാ നീര് എങ്ങനെയാണ് പിഴിയേണ്ടത് എന്ന് പഠിപ്പിച്ചത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.